അതിപ്പോൾ ലൈവിൽ ആര്യനും അനീഷും തമ്മിലുള്ള ആ വഴക്കുണ്ടല്ലോ, ആ പ്രൊമോയിൽ നമ്മൾ കണ്ട ആ വഴക്ക് ഇപ്പം നടന്നതേ ഉള്ളൂ. സംഭവം വേറെ ഒന്നുമില്ല. ഇന്നലെ മുതലേ പിന്നെ നമ്മുടെ ആര്യനും ജിസേലിനും എതിരെ നിൽക്കുകയാണ് വീട്ടിലെ പലരും. കാരണം അവർ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു എന്നൊരു പരാതി ഉണ്ടല്ലോ. അപ്പം ഓൾറെഡി ഉണ്ട്, അതെനിക്ക് തന്നെ കഴിക്കുന്ന പാത്രം കഴുകത്തില്ല തുടങ്ങി വെക്കേണ്ടി. ആര്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആര്യൻ എന്തെങ്കിലും തെറ്റ് ചെയ്തപ്പോൾ ഇത് സമ്മതിച്ചു കൊടുക്കത്തില്ല. അതിനെക്കുറിച്ച് അത് പറഞ്ഞ് അങ്ങ് മെഴുകിക്കൊണ്ടങ്ങിരിക്കും. അങ്ങനൊരു സ്വഭാവം ആര്യനുണ്ട്. അപ്പോൾ ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം ഇന്ന് രാവിലെ തന്നെ അനു ഒരു കാര്യം ചെയ്യുന്നു, ഫ്രിഡ്ജിനകത്തൊന്നൊരു ക്യാരറ്റ് എടുത്ത് കഴിക്കുന്നു. ആ ക്യാരറ്റിനെ കുറിച്ച് ചോദ്യം ചെയ്യൽ അവിടെ നടക്കുന്നു. പ്രവീൺ വന്ന് ചോദിക്കുന്നുണ്ട്. അതിന് പേരിൽ എല്ലാവരും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഒരു വഴക്ക് നടന്നതിൻ്റെ പേരിൽ വീണ്ടും ഇങ്ങനെ അനു ഇന്ന് കാണിച്ചത് തന്നെ തെറ്റാണ്. കാരണം ആ ഒരു പ്രശ്നം കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടെ വരുമ്പോൾ പ്രശ്നം ആകെ വഷളാകത്തുള്ളൂ. പിന്നെ വേറെ കാര്യമുണ്ട്, ജിസേനും ആര്യനും എന്ത് കാര്യം ചെയ്താലും ഇവിടെ ചോദിക്കുക പറയുകയൊന്നും ചെയ്യാം, ബാക്കി എല്ലാവർക്കും മടിയാണ്, മനസ്സിലായി, അവർക്ക് പേടിയാണ്. പക്ഷേ ഇന്ന് അനുമോളൊരു ക്യാരറ്റ് എടുത്തതിൻ്റെ പേരിൽ സർവ്വ ആൾക്കാരും അനുമോളുടെ മേലെ കയറുന്നുണ്ട് കേട്ടോ. അനുമോൾ അവിടെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇന്ന് നാളത്തേക്കുള്ള കണ്ടന്റ് ഉണ്ടാക്കിയാണ് അക്ബർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലുണ്ടായ വഴക്കാണ്. അതിനുശേഷം ഇനി എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കുമെന്ന് ഇവിടെ പറയുന്നു. അതിനായിട്ട് ആര്യനും ജിസയിലും കൂടെ ചെന്ന് ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ അനീഷ് അവിടെ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഒരു താരിൽ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് അത് വീണ്ടും വീണ്ടും മറ്റുള്ളവരോട് ചേർന്ന് തെറ്റ് ആവർത്തിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് നമ്മുടെ അനീഷ് അടക്കുന്ന ബഹളം വെക്കുന്നതാണ് ഇന്നലത്തെ നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ആ സംഭവം ഇപ്പോൾ അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. അനീഷിനെ അവിടെ ഇത് അച്ഛനെ വിളിക്കുന്നതിന് തുല്യമായ സംഭാഷണം നടത്തുന്നത് ക്ലാപ്പനെന്ന് വിളിക്കുന്നുണ്ട്. തുടക്കത്തിൽ വീട്ടിലുള്ളവരെ പോയി വിളിക്കാൻ നമ്മുടെ അനീഷ് അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നടന്ന കാര്യങ്ങളാണ് ഈ അച്ഛനെ സ്മരിക്കുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്. ഈ അച്ഛനെ സ്മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെ ചെന്ന് വിളിക്കാൻ പറഞ്ഞതിന് പകരമായിട്ട് ആര്യം പറഞ്ഞതാണ് നിൻ്റെ അച്ഛനെ ഞാൻ സ്മരിക്കുന്നു എന്നതാണ്. എന്നാൽ ഇതൊക്കെ പറയുന്ന ഈ ആര്യം എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേറൊരു മനുഷ്യനും മിണ്ടത്തില്ല. എല്ലാവരും ഒന്നും മിണ്ടാതെ പമ്മി പതുങ്ങി അതും കേട്ടുകൊണ്ടങ്ങിരിക്കും.